ചേട്ടാ, കേരളത്തിലെ ജയിലുകളിൽ തടവു പുള്ളികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ജയിൽ വകുപ്പ് വിതരണം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓരോ ക്രൈം നടക്കുമ്പോഴും ആ തടവു പുള്ളികൾക്ക് നൽകുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയരുമ്പോഴെല്ലാം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അവരൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ജയിലിൽ സുഖലോലുപരായി കഴിയുന്നു എന്നുള്ള ആരോപണങ്ങൾ പല കാലങ്ങളിലായി ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു കക്ഷി ജയിലിലെ ഭക്ഷണം പോരാ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ സാധാരണ ഭക്ഷണം പോരാ, താൻ ശീലിച്ചു വന്ന വൈകിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും ഉച്ചയ്ക്ക് ചോറും മീൻകറിയും അടക്കമുള്ള ഭക്ഷണം വേണമെന്ന് വാശി പിടിക്കുന്നു. മറ്റാരുമല്ല, വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതിയായ അഫാനാണ് ഈ കക്ഷി. കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന അഫാൻ വൈകിട്ട് കൊടുത്ത ഭക്ഷണം പോരാ, താൻ പൊറോട്ടയും ചിക്കനും മാത്രമാണ് വൈകിട്ട് കഴിക്കുന്നത്, അത് തന്നെ വേണമെന്ന് വാശി പിടിച്ചതിനെ തുടർന്ന് പാങ്ങോട് SHO സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് അഫാന് ഭക്ഷണം കൊടുത്തത്. എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് കുറേ പരിമിതികളുണ്ട്. ഒരുത്തൻ പറയുന്നു ഞാൻ ആത്മഹത്യ നടക്കുകയാണെന്ന്, അവസരം കിട്ടിയാൽ ഞാൻ ആത്മഹത്യയും എന്നാണ് പോലീസിനോട് അവൻ പറയുന്നത്. അവൻ കാരണം അവിടുത്തെ ഇവനെ പാർപ്പിച്ചിരിക്കുന്ന പൂജപ്പുര ജയിലിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാരാണ് ഉറക്കമില്ലാതെ അവിടെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒപ്പം അവനൊപ്പം താമസിക്കുന്ന തടവ് പുള്ളി, അയാൾക്കും ഉറക്കമില്ല. ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞാൽ അയാൾ ചാടി എഴുന്നേൽക്കും. കാരണം അയാൾക്കാണ് മറ്റൊരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് ഇവൻ്റെ കാര്യത്തിൽ. അത് നല്ല നടപ്പിലൊക്കെ ഉള്ളൊരു ജയിൽ പുള്ളി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവനൊപ്പം പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഇവൻ പറയുന്ന ഇവൻ്റെ മെനു ഇപ്പോൾ ഭയങ്കരമാണല്ലോ. സിനിമയ്ക്കകത്ത് CID മ്യൂസിക്കകത്ത് എൻ്റെ പട്ടിയുടെ മെനു നിങ്ങൾ നോക്കണമെന്ന് പറയുന്നത് പോലെ ഇവൻ്റെ മെനു, അവൻ്റെ മെനു പോലീസ് നോക്കണമെന്നാണ്, കേരള പോലീസ് നോക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നാളെ റാങ്ക് ആവശ്യപ്പെടും. DYSP റാങ്കിൽ കുറയാത്ത ഒരാൾ എൻ്റെ മെനു നോക്കാൻ വേണമെന്നൊക്കെ പറയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അവനെ വ്യാഴാഴ്ചയാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡിയിൽ ഇവനെ 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചു കൊടുത്തത്. പോലീസും അത് മതിയെന്ന് പറഞ്ഞു. ഇവനെ ചുമക്കാൻ പോലീസിന് വയ്യ. കൊണ്ടു നടന്ന് ഇനി 6 or 7 ദിവസം കൊണ്ട് നടക്കാൻ പോലീസിനെ കൊണ്ട് വയ്യ. വാശിയാണ്, ദുർവാശിയും മെനക്കേടുമാണ് ഇവൻ, ശല്യമാണവൻ. പോലീസിനൊരു പൊതുശല്യമായി ഇവൻ മാറിയിരിക്കുകയാണ്. ഇന്നലെ അവൻ രാവിലെ മുതൽ അഭ്യാസങ്ങൾ ഇറക്കി തുടങ്ങിയതാണ്. ഇന്നലെ രാവിലെയാണ് താഴെപ്പാങ്ങോടുള്ള ഈ പറയുന്ന സൽമാ ബീവിയുടെ വീട്ടിൽ ഇവനെ എത്തിച്ച് തെളിവെടുപ്പിന് വേണ്ടി പാങ്ങോട് പോലീസ് തീരുമാനിച്ചിരുന്നത്. രാവിലെ 7 മണിയായപ്പോൾ ഇവനോട് പറഞ്ഞു റെഡിയാക്, രാവിലെ തന്നെ റെഡിയായിരിക്കൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ഇവനൊരു അഭ്യാസം എടുത്തു. ഇവനെ കിടക്കാൻ വേണ്ടി സെല്ലിൽ ഇവൻ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് കൊണ്ട് ഇവന് ബെഡ്ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റ് വസ്തുക്കളൊന്നും ഇവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവൻ എന്തിനും ഒരു വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. ഇവന് വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് അതുപോലെ തന്നെ അവർ തിരിച്ചു മേടിക്കുകയാണ്. ആത്മഹത്യാ പ്രവണതയുള്ളതുകൊണ്ട്. ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഇവന് ആത്മഹത്യാ പ്രവണതയൊന്നുമില്ല, ഇവൻ പോലീസിനെ കളിപ്പിക്കുക. എന്നാലും ഉദ്യോഗസ്ഥർക്ക് ഒരു ടെൻഷൻ. കസ്റ്റഡിയിലിരിക്കുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ട ഒരു പ്രതി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ ഒപ്പിട്ട് മേടിച്ചിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്റെ ജാതകം അതോടുകൂടി മറയും. പിന്നെ ഈ പറയുന്ന പോലെ, നമ്മൾ പറയുന്ന പോലെ ഒന്നുമില്ല. ഇവനൊക്കെ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും അഫാനെതിരെ നിൽക്കുകയാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവനെന്തെങ്കിലും സംഭവിക്കുകയും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്നവർ തന്നെ നേരെ തിരിഞ്ഞു നിൽക്കും. മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ധ്വംസനം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അഫാന്റെ കസ്റ്റഡി മരണം ദുരൂഹതയേറുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അഫാന്റെ കസ്റ്റഡി മരണത്തിൽ ദുരൂഹതയേറുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. വേണമെങ്കിൽ അഫാനെ മർദ്ദിച്ചതായി വിവരം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തോളൂ. പോലീസ് തൊടാൻ പോലും പേടിച്ചിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പോലീസ് ഇത്തരം വാർത്തകളുണ്ട് ആവേശത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച്. ഞാൻ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്തായി ഇവൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞാൻ ചോദിച്ചത് ഇവന് 2 എണ്ണം കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉദ്യോഗസ്ഥൻ പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇതേ കാര്യം വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ മാത്രമല്ല എന്നെ വിളിച്ച് ഈ കാര്യം ചോദിച്ചത്, പല മാധ്യമ പ്രവർത്തകരും എന്നെ വിളിച്ച് ചോദിച്ചു ഇവന് 2 എണ്ണം കിട്ടിയോന്ന്. നമ്മൾ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെ നാളെ പോലീസിനെ എതിരെ വാർത്ത കൊടുക്കും. മർദ്ദനമേറ്റിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ കോൾ വേണമെങ്കിൽ ഇവർ റെക്കോർഡ് ചെയ്ത് ടേപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഇത് പുറത്തുവിട്ട് കളയും. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട് കളയും. അതുകൊണ്ട് പൊതുസമൂഹം എന്ന് പറയുന്നതിൽ ഒരു ഭാഗവും മാറി നിൽക്കും. ഈ പറയുന്ന ആത്മാർത്ഥമായി ഇവന് 2 എണ്ണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ എന്നെയും അഭിഷേകിനെയും പോലെയുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. 2 എണ്ണം 2 പൊട്ടിയിൽ ഇവന് ആവശ്യമുണ്ട് എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് തൂങ്ങും.
ആ ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ അവൻ പറഞ്ഞു, അപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ പിന്നെ പോലീസ് ഇവൻ പറഞ്ഞു ഞാൻ പിന്നെ പേപ്പറിൽ കിടക്കില്ല, പേപ്പർ കൊടുത്തിരുന്നു, സെല്ലിൽ കിടക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് വിരിച്ചു കൊടുത്തത്. വിരിച്ചു കൊടുത്തപ്പോൾ ഇവൻ ഭിത്തിയിൽ ചാരിയിരുന്നു. ഇവൻ ഉറങ്ങില്ല. ഇവൻ ഉറങ്ങാതിരുന്നാൽ പിറ്റേ ദിവസം ഇവനെയും കൊണ്ട് പോക്ക് നടക്കില്ല. ഇവൻ രാവിലെ ഇപ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ ഇത്രയും ഹൈപ്പർ ആയിട്ട് ഇപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരുത്തന് ഇവരെന്തെങ്കിലും രാവിലെ ആരോഗ്യ പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ തെളിവെടുപ്പ് നടക്കില്ല. ആകെപ്പാടെ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഉള്ളത്. അപ്പോൾ അത് വ്യാഴാഴ്ച ആരംഭിച്ച് കഴിഞ്ഞു കസ്റ്റഡി. വ്യാഴാഴ്ച രാവിലെ ഇവനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് മുതൽ കസ്റ്റഡി ആരംഭിച്ച് കഴിഞ്ഞു. അതുമുതൽ ഈ പറയുന്ന 3 ദിവസം അതാണ് കോടതി അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം, കുറച്ച് സമയം പോലീസിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ പോലീസിന് അവിടെ സുരക്ഷ ഓൾറെഡി ഈ പിന്നെ പേരുമലയിൽ പാങ്ങോട് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ആറ്റിങ്ങൽ DYSP അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമ്പിൽ നിന്നുള്ള, അതായത് ഇവനെ നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ചേർക്കാൻ പറ്റണം. ആളുകൾ വൈകാരികമായി പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് ചേർക്കാൻ പറ്റണം. അതുപോലെ താഴെ പാങ്ങോട് ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. അപ്പോൾ എയറിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ തെളിവെടുപ്പ് നടന്നേ മതിയാവുകയുള്ളൂ. അപ്പോൾ പോലീസ് ഗതികെട്ട് ഇവനൊരു പുൽപ്പായ കൊണ്ടുവന്ന് കൊടുത്തു. ഈ പുൽപ്പായയും വേണമെങ്കിൽ ഒരു മരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതും ഉപയോഗിക്കാം. ബുദ്ധിയുള്ളവരത്തിനാണെങ്കിലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും പറയും ഞാൻ ഓരോ തന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അത് വിരിച്ച് അവിടെ കിടന്നു. ഒരു ഉദ്യോഗസ്ഥൻ കസേരയിട്ട് സെല്ലിൻ്റെ അവിടെ ഇരിക്കേണ്ടി വന്നു ഒരു രാത്രി മുഴുവൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഉദ്യോഗസ്ഥൻ ഇവൻ ഉറങ്ങുന്നതും കാത്ത് ഇവനെ നോക്കി രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ അവിടെ കസേരയിട്ട് ഇരിക്കേണ്ടി വന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചു. പകൽ മുഴുവൻ ഡ്യൂട്ടി ചെയ്തിട്ട് ആ പാവപ്പെട്ടവൻ അവിടെ കുത്തിയിരിക്കണം. ഇതാണ് അവസ്ഥ. ഇത് കണ്ണൊന്ന് മാറി പോയി കഴിഞ്ഞാൽ പണിപാളും. ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു CPO ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി പോവും. അങ്ങനെയുള്ള പേടി കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ, അല്ല ഈ ഉദ്യോഗസ്ഥൻ അവിടെ കാവലിരുന്നു. ഇവിടെ ഒരു പ്രതിയുമായിട്ട് പിന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയ പ്രതി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. കൈവിലങ്ങ് പിന്നെ അഴിച്ചു കൊടുത്തു. ഇവനെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൻ എടുത്ത് പുഴ ചാടി കളഞ്ഞു. കൂടെ 2 പോലീസുകാരെടുത്ത് ചാടി. അറിയോ? 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ചാടി ആ പുഴയിൽ, ആ ആഴമുള്ള പുഴയിൽ എടുത്ത് ചാടി കളഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുട്ടിൻ്റെ ഈ ഭാഗം മുതൽ ഇവിടെ ഇത്രയും മുറിഞ്ഞ് വാരിപ്പോയി. എന്തായാലും അവർ ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇവനെങ്ങാനും പോയി കഴിഞ്ഞാൽ വീട്ടിൽ എന്തോ ലോൺ എടുത്തിട്ടാ വീടൊക്കെ വെച്ചിരിക്കുന്നത്, ജോലി പോയി കഴിഞ്ഞാൽ അടയ്ക്കാൻ മാർഗ്ഗം. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു തടവ് പുള്ളി പോയി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും 2 പോലീസ് ഉദ്യോഗസ്ഥർ ചാടി. ഇത് 6 മാസം പോലും ആയിട്ടില്ല. അത് അവരുടെ ഗതികേട്. അപ്പോൾ ഇവൻ പുൽപ്പായ കൊടുത്തു. എന്നിട്ട് ഇവൻ രാവിലെ ഇവനോട് പറഞ്ഞു റെഡി ആവാൻ പറഞ്ഞപ്പോൾ ഇവൻ നേരെ പിന്നെ ഇവിടെ കയറി, ഏതാ പിന്നെ ശൗചാലയത്തിലേക്ക് കയറി സെല്ലിന് ഉള്ളിൽ. അവിടെ ഇവൻ തല കറങ്ങുന്നു എന്നും പറഞ്ഞ് മറിഞ്ഞടിച്ച് വീണ് അഭിനയം കാണിച്ചു. ഇവൻ്റെ നാടകം 2. അപ്പോൾ നാടകം 2 പോലീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവനെ, അതും നിമിഷ നേരം കൊണ്ട് വണ്ടി ആ ബൊലേറോ ചവിട്ടിപ്പറിച്ച് എടുത്തു കൊണ്ടുപോയി കല്ലറ. ഇവൻ ബോധങ്ങൾ പോയി. ഇവൻ അഭിനയിക്കുകയാണ്. ഇവൻ ഏകദേശം ഒരു 90 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. അത് ഇവർ ചുമന്ന് വണ്ടിക്കകത്തിട്ട് ഇവനെയും കൊണ്ട് ഉദ്യോഗസ്ഥർ പാഞ്ഞ് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. 1 ജീപ്പല്ല 2 ജീപ്പ്. SHOയുടെ ജീപ്പ് ഫ്രണ്ടിൽ, ബാക്കി പുറകിൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ ട്രാഫിക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തി. കാര്യം അവിടെ ഇവനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു യാതൊരു പ്രശ്നമില്ലെന്ന്. അങ്ങനെ രാവിലെ 8 മണിയുടെ തെളിവെടുപ്പ് ഇവൻ മുടക്കി. ഉച്ചയായപ്പോഴത്തേക്ക് ഇവന് ചോറ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇവൻ പറഞ്ഞു അവന് മീൻ വറുത്തതും വേണം, മീൻ കറിയും വേണമെന്ന് പറഞ്ഞു. അവസാനം SHO പൈസ മുടക്കി ഇവന് മീൻ കറിയും മീൻ വറുത്തതും മേടിച്ചു കൊടുത്തിട്ടാണ് ഇവനെ കൊണ്ട് തെളിവെടുപ്പിന് പോയത്. അങ്ങനെയാണ് ഇവൻ താഴെ പാങ്ങോടത്തെ വീട്ടിൽ പോയത്. അവിടെ ചെന്ന് ഈ പറയുന്ന ഇവൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരട്ടക്കിളവി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പിതാവിൻ്റെ അമ്മ വാപ്പുമ്മ, അവരെ എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളത് ഇവൻ കാട്ടിക്കൊടുത്തു. അവരെ എങ്ങനെയാണ് ഇവൻ കൊലപ്പെടുത്തിയ രീതി. പേരുമലയിൽ എത്തിച്ചപ്പോൾ പേരുമലയിലെ അമ്മയെ എങ്ങനെ ഇവൻ ആക്രമിച്ചു, ഇവൻ്റെ ഉമ്മയെ എങ്ങനെ ആക്രമിച്ചെന്നും ഇവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആദ്യം ഉമ്മയാണ് ആക്രമിച്ചത്. ഉമ്മയെ ആക്രമിച്ച ശേഷമാണ് അവിടെ പോയിരിക്കുന്നത്. അതേസമയം ഈ ഷെമി പറയുന്നത് ഈ ബാപ്പുമ്മയെ ആക്രമിച്ചോട്ട് വന്ന് തന്നോട് പറഞ്ഞു എന്നാണ്. ഇവൻ പറയുന്നത് ഷെമിയെ ആക്രമിച്ചിട്ട ശേഷം അവിടെ പോവുകയും അവിടെ പോയി കൊലപ്പെടുത്തി തിരിച്ചു വന്നപ്പോൾ ഷെമി ഇവിടെ ബോധത്തോടെ കിടക്കുന്നു. ഷെമി തറയിൽ കിടന്ന് കരയുകയാണ്. അപ്പോൾ ഷെമിയോട് വന്ന് പറഞ്ഞു, പിന്നെ ഷെമി പറയുന്നതാണ്, ഇവൻ പറയുന്നതാണ്, ഷെമിയോട് വന്ന് പറഞ്ഞു ഇതുപോലെ അപ്പാരട്ടത്തള്ളയെ ഞാൻ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഷെമിയുടെ തലയ്ക്ക് വീണ്ടും അടിച്ച് കൊലപ്പെടുത്തിയെന്ന് ഇവൻ വിശ്വസിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തില്ലല്ലോ. അപ്പം അനൂപ് കൃഷ്ണൻ എന്ന് പറയുന്ന SHOയോട് അവൻ
ഷോൾ മുറുക്കുന്ന രീതി അവൻ്റെ കഴുത്തിൽ ഷോൾ മുറുക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴും പോലീസിന് റിസ്ക് ആണ്. ഷോളാണ് കയ്യിലിരിക്കുന്നത്. ഇവൻ്റെ കൈ ഷോളാണ് കയ്യിരിക്കുന്നത്. ഇപ്പം മനഃപൂർവ്വം പിടിച്ച് മുറുക്കിയാലോ. പക്ഷേ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, പോലീസിനെ കബളിപ്പിക്കും. നമ്പറാണ്. അവനൊരു ഒന്നാന്തരം കള്ളനാണ് അഭിഷേക്. നല്ല ഒന്നാന്തരം. അവൻ്റെ കയ്യിൽ എല്ലാ നമ്പറുകളും ഉണ്ട്. ഇങ്ങനെ തുടർച്ചയായ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരാൾ മാനസിക രോഗിയായി ചിത്രീകരിക്കപ്പെടാൻ എളുപ്പമാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പോലീസ് തിരുവനന്തപുരം DMO പിന്നെ മെഡിക്കൽ ഓഫീസർക്ക്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ പോലീസ് ചെയ്ത പരിപാടിയാണ്. ആറ്റിങ്ങലിൽ നിന്നുള്ള DYSP ഒരു കത്ത് കൊടുത്തു. ഇവൻ്റെ മനോനില പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണം എന്നുള്ളത്. വിദഗ്ധരായിട്ടുള്ള മെഡിക്കൽ സംഘത്തെ, അതായത് ഇവനെ ഓൾറെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് പരിശോധിച്ചതാണ്. അപ്പോൾ ഇവൻ്റെ മനോനിലയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട്. ഇപ്പോൾ പോലീസിന് വീണ്ടും ഇത് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ കൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു രണ്ടാമത്തെ കാര്യം. ഇന്നലെ വൈകിട്ട് ഇവൻ കാട്ടിക്കൂട്ടിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഭക്ഷണം ഇവന് കൊണ്ടുപോയി കൊടുത്തു. ഇവന് ദോശയും കടലക്കറിയുമാണ് പോലീസ് കൊണ്ടുപോയി കൊടുത്തത്. അവൻ പറഞ്ഞു അവനത് തിന്നില്ല. ഇവനത് മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയതുപോലെ ഭിത്തിയിൽ ചാരിയിരുന്നു. ഇവനവിടുത്തെ ഒരു പ്രതിഷ്ഠയെ പോലെ ഇവ അനങ്ങത്തില്ല. ഇവൻ എന്ത് സെല്ലിൻ്റെ പുറത്ത് നിന്ന് വിളിച്ചു ചോദിച്ചാലും ഇവ അനങ്ങത്തില്ല. അവൻ ഇരിക്കുമ്പോൾ മെന്റലി ഓക്കെ അല്ലെന്നും പോലീസുകാർക്ക് പോലും തോന്നിപ്പോകും. അവർക്ക് മുന്നിൽ ഇവൻ വലിയ അഭ്യാസം ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോൾ പോലീസ് സെല്ല് തുറന്ന് അകത്ത് ചെന്നിട്ട് ഇവൻ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും മാത്രമേ അവൻ രാത്രി വൈകുന്നേരം കഴിക്കാറുള്ളൂ. വേറൊരു ഭക്ഷണം അവൻ കഴിക്കില്ല. ശീലങ്ങളാണ്. അതാണ് ഇതിനൊക്കെ കാരണം. അവൻ്റെ ശീലങ്ങളാണെന്നല്ല. അവസാനം ഇവർ പോയി ഈ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് പോലും, ഒരു കടയുണ്ട്. അവിടെ ചെന്ന് ഒരു ചായക്കട, ഒരു ഹോട്ടൽ പോലെയുള്ള ചായക്കടയുണ്ട് പോലും ഈ സ്റ്റേഷൻ്റെ. ഞാനത് കണ്ടിട്ടില്ല. ഒരു കട അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് പോലും, ഒരു ഹോട്ടലുണ്ട് പോലും. അപ്പോൾ ആ ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്ന് മേടിച്ച് ഇവന് കൊണ്ടുവന്ന് കൊടുത്തു പോലും. എന്താ അവസ്ഥയല്ലേ കേരള പോലീസിൻ്റെ. ഇത് ഗവൺമെന്റ് ചെലവിലല്ല, പോലീസുകാരൻ തന്റെ സ്വന്തം. അങ്ങനെ ഗവൺമെന്റ് ചെലവാകുന്നത് എങ്ങനെയാത്? ഇതങ്ങാണോ എഴുതി അങ്ങോട്ട് വിടാൻ പറ്റുമോ? പ്രതിക്ക് 5 പേരെ കൊന്ന കേസിലെ പ്രതിക്ക് പൊറോട്ടയും ചിക്കനും മേടിച്ച വകയിൽ ഇത്ര എഴുതി വിടാൻ പറ്റുമോ? അതൊക്കെ പോലീസിന് അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അതായത് അവര് ബുദ്ധിമുട്ടുകയാണ്. ഇവർ ഈ പറയുന്നത് പോലെ ഇവർ കല്ലോ മണ്ണോ ഒന്നും അല്ലല്ലോ. ഈ പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം പോലീസായിട്ട് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. നിർമ്മിച്ചു വിടുന്നവരല്ലല്ലോ ഇവരാരും. ഇവർ നിർമ്മിക്കപ്പെട്ട് ഇപ്പൊ AI വഴി നിർമ്മിച്ച ഒരു ആൾക്കാരല്ലല്ലോ ഇവരാരും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെപ്പോലെയൊക്കെ ഒരു അമ്മയുടെ കുഞ്ഞായി പിറന്ന് പഠിച്ചു വളർന്ന് ഒരു ജോലി തേടി ഒരു കുടുംബമൊക്കെ ഉള്ള രീതിയിൽ വന്ന് ഈ ജോലി ചെയ്യുന്നവരാണ്. അവർക്കൊരു കുടുംബം, അവർക്കും ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി ഇത് കാര്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ PR എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പണിഷ്മെന്റ് റൂള്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് ഇത് കിട്ടില്ല, പ്രൊമോഷൻ കിട്ടില്ല, പ്രൊമോഷൻ മുടങ്ങിപ്പോവും. അങ്ങനെ മുടങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഒരു SI, പിന്നെ ഒരു SI വർഷങ്ങളായിട്ട് SI ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർവീസിന്റെ ഹിസ്റ്ററി അനുസരിച്ച് അദ്ദേഹം DYSP ആവേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജൂനിയർ റാങ്കിലുള്ളവർ ഇപ്പൊ അദ്ദേഹം സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ പോലും ഇട്ടിട്ടില്ല. അദ്ദേഹത്തെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ലോ ആൻഡ് ഓർഡറിൽ പോലും ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള കഷ്ടത അനുഭവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. സർവീസ് മടുത്തിട്ട് ഇവിടുത്തെ ഉള്ള ചവിട്ടിത്തേപ്പും ഉന്നത ഉദ്യോഗസ്ഥരുടെ തെറിവിളിയും ഈ പറയുന്ന പോലെ മാനസികമായിട്ടുള്ള ഉപദ്രവം കാരണം VRS എടുത്തവരുണ്ട് ധാരാളം പേര്. മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് പോലീസ്. പിന്നെ തീർച്ചയായും ഇവിടെ ഒരു DYSP പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ച നാടാണിത്. ഒരു DYSP പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചു കളഞ്ഞു. അത് പ്രമാദമായ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, ഏറ്റവും പ്രമാദമായ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിലും പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണെങ്കിലും പ്രമാദമായ കേസുകൾ പലതും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു DYSP ട്രെയിനിന്റെ മുന്നിൽ ചാടി. അത്രയ്ക്കുണ്ട് ഉന്നതതലത്തിൽ നിന്ന് വരുന്ന സമ്മർദ്ദം. അതെ, അവരിൽ നിന്ന് വരുന്ന സമ്മർദ്ദമാണ് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി താഴേക്കിടയിലേക്ക് വരുന്നത്. അതിന്റെ ഇടയിലാണ് ഇത്തരം യൂസ്ലെസ്സുകൾ വന്ന് അവർക്ക് ബാക്കി കൂടി ശല്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് വലിയ ശല്യമാണ്. ഇപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥരെ പലരെയും നമുക്ക് അറിയാം. അവരൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരാണ്. അവരൊന്നും ഈ പറയുന്ന പോലെ ഈ പറയുന്ന തോളത്തെ നക്ഷത്രം ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച് ആൾക്കാരുടെ മെക്കിട്ട് കയറുന്നവരല്ല പലരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിനകത്ത് കുറേയൊക്കെ മാന്യരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കുറേയൊക്കെ ഉണ്ട്, അല്ലാത്ത ഉദ്യോഗസ്ഥരും ഉണ്ട്. അല്ലാത്തവരും ധാരാളം വേണമല്ലോ. അല്ലാത്ത രണ്ട് വശങ്ങളുണ്ട് തീർച്ചയായും. അല്ലാത്ത ഉദ്യോഗസ്ഥരും ഉണ്ട്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈനികന്റെ മരണം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളൊരു കേസാണ്. ഇതേ സ്ഥലത്ത് ഈ പറയുന്ന പാങ്ങോടിന് അടുത്ത് തന്നെ ഒരു സൈനികൻ, ഭരതന്നൂരിലെ ഒരു സൈനികന്റെ
വെച്ച് മരിച്ച കേസ്, ഭാര്യയുടെ വഞ്ചനയെ തുടർന്ന് സ്വയം വെടിവെച്ച് മരിച്ച ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ പിന്നെ ആ കേസിനെ മൊത്തത്തിൽ അട്ടിമറിച്ച DYSPയും ഉണ്ട്. അദ്ദേഹം ഇവിടെ റിട്ടയറാണ്. ആ കേസിനെ മൊത്തത്തിൽ അട്ടിമറിച്ച് കളഞ്ഞ ഒരാളും അങ്ങനെ കുറേ പുള്ളികളുണ്ട്, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ ഏതായാലും അഫാൻ ഇപ്പോൾ വിളയാടുകയാണ്. അഫാൻ്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികളുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് നമ്മളത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഇവർ ഉടനെ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കളയും. എന്തെങ്കിലും പറഞ്ഞ് വാങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ശീലമാണ്, ഒരു ശീലമാണ്. അതായത് പിടിച്ചടം കൊണ്ടേ പോയുള്ളൂ. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ജന്മന ഇവൻ്റെ ഉള്ളിൽ ഈ സാധനമുണ്ട്. ഇവൻ ആദ്യം ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഇവന് സ്മാർട്ട് ഫോൺ കിട്ടാതായപ്പോഴാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവന് സ്മാർട്ട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് കിട്ടാതായപ്പോൾ ഇവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും അങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടുകൂടി അവരത് മൈൻഡ് ചെയ്തില്ല. ഇവൻ എലിവശം എടുത്ത് കഴിച്ചു കളഞ്ഞു. അങ്ങനെ ഇവനെ അന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വയറൊക്കെ ക്ലീൻ ചെയ്താണ് ഇവനെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് ഇവൻ പറയുന്നതേ ആ വീട്ടിൽ നടന്നിട്ടുള്ളൂ. ഇവൻ എന്ത് പറഞ്ഞാലും അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം കൊടുത്ത് ശീലിപ്പിച്ചതാണ്. ഒരു പ്രാവശ്യം കൊടുത്ത് ശീലിപ്പിച്ചതോടുകൂടി അവസാനം എല്ലാവരുടെയും ജീവൻ എടുക്കുന്ന രീതിയിൽ ഇവൻ വളർന്നു. അപ്പോൾ കുടുംബത്തിനും പങ്കുണ്ട്. പിന്നെ തീർച്ചയായും കുടുംബത്തിന് പങ്കുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ആ പാവപ്പെട്ട പിതാവിനെ ഞാൻ ഒരിക്കലും പറയില്ല. അതെ, അദ്ദേഹം ഏതാണ്ട് വർഷങ്ങളായിട്ട് ഈ പിന്നെ വിദേശത്ത് പല നാടുകളിലായി ഒളിച്ചും കടം കയറി നാട്ടുകാർ തിരഞ്ഞു വരുന്ന ഒരു അവസ്ഥ. പക്ഷേ മക്കളുടെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ചെവി കൊടുക്കാൻ പോകരുത്. താങ്ങാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കണം. താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ കഷ്ടപ്പെടാതെ കിട്ടുന്ന സമ്മാനങ്ങൾ എക്കാലവും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെയും കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ധാരാളമുണ്ട്. പറയുന്നത് നടന്നേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ അത് ഏതറ്റം വരെയും അവർ പോകുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇന്നലെ ഒരു വാർത്ത പറഞ്ഞ ശേഷം ഈ കുട്ടികളിലെ ഒരു ഈ പറയുന്ന പോലെ ഒരു സംഭവം ഞാൻ പറഞ്ഞു. അത് വാഫിദ് ഷാമൻ എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പിന്നെ ഞാൻ വണ്ടിയിലിരിക്കവേ ഒരു അമ്മ വിളിച്ചു. ആ അമ്മ പറഞ്ഞത് മകള് ആ അമ്മയ്ക്ക് നേരെ മുളക് പൊടി വരി എറിഞ്ഞെന്ന്. കാശ്മീരി ജില്ല ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. കാര്യമായിട്ട് പരിക്കേറ്റില്ലാതെ രക്ഷപ്പെട്ടേ ഉള്ളൂ. എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, നടക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ആ കുട്ടിയെ പറ്റി അങ്ങനൊരു കാര്യം ഞാൻ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരമ്മയാണ്, എൻ്റെ മകളെ പറ്റി ഞാൻ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും വിശ്വസിക്കത്തില്ല. അവളുടെ ഭാവിയെ ബാധിക്കുമെന്ന് കരുതി പുറത്ത് പറയാൻ ആരും വിശ്വസിക്കില്ലെന്ന്. അത്ര ഇതായിട്ടാണ് നാട്ടുകാർ ആ കുട്ടിയെ കരുതുന്നത്. അഫാനെ പോലെ അവനങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടു, അതെന്താണെന്ന് നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ ഈ അമ്മ അത് വാങ്ങിക്കൊടുത്തില്ല. ഇവർ തമ്മിൽ വഴക്കായി. അപ്പോൾ ഈ കുട്ടി ഈ കിച്ചണിൽ തിരിഞ്ഞു നിൽക്കുകയാണ്, സിങ്കിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ച് ഇവൾ കരയുകയാണെന്ന്. അമ്മ ചെന്ന് തോളെ പിടിച്ച ഉടനെ ഇവൾ തിരിഞ്ഞ് കയ്യിലിരുന്ന മുളക് പൊടി വാരി അമ്മയുടെ കണ്ണി വാരി വിതറി കൊടുത്തു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാകുന്ന ഒരു തലമുറ. അവസാനം അവരുടെ ഈ പറയുന്ന സ്ത്രീയുടെ സഹോദരൻ ഓടിയെത്തിയാണ് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. അതും ഈ പറയുന്ന പോലെ കിച്ചണിൽ ഉയരത്തിൽ വെച്ചിരുന്ന മുളക് പൊടിയുടെ പാത്രം എടുത്തപ്പോൾ അത് തട്ടി ദേഹത്ത് വീണതാണെന്ന് ഹോസ്പിറ്റലിൽ പറയേണ്ടി വന്നു. അമ്മ സംസാരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. പുറത്തു പറയാൻ പറ്റില്ല. മകളുടെ ഭാവിക്കും മകളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് ജെനുവിനാണ്, പറയുന്ന കഥ ജെനുവിനാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. ഒരിക്കലും ഒരു മകളെക്കുറിച്ച് ഒരു അമ്മ തെറ്റായൊരു കാര്യം പറയില്ല. ഇപ്പോഴും ഭയമാണെന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും അഫാന് ഇനിയും അവൻ്റെ ആവശ്യങ്ങൾ കൂടും. മിക്കവാറും അഫാൻ അൽഫാം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.